കിള്ളിക്കുറിശ്ശിയിലെ കുടുംബമേള കഴിഞ്ഞ് എനിക്ക് സിനിമയിലൊരു അപ്രതീക്ഷിതമായൊരു ഗ്യാപ്പ് വരികയാണ്. ഒന്ന് രണ്ട് സിനിമകൾ ആ സമയത്ത് കമ്മിറ്റ് ചെയ്തെങ്കിലും അതെല്ലാം മാറിപ്പോയി. അങ്ങനൊരു നല്ലൊരു ഗ്യാപ്പ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആ സമയത്ത് ഒരു വലിയൊരു പടം ആലോചിച്ചിരുന്ന സമയമാണ്. യാദൃശ്ചികമായിട്ട് ഭരത് ഗോപി, അദ്ദേഹം ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഞാനുമായിട്ട് വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അവരൊന്നിച്ച് KSEBയിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അച്ഛൻ്റെ മരണസമയത്തൊക്കെ അദ്ദേഹം വരികയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം സെവനാർട്സ് വിജയകുമാറിൻ്റെ അനിയൻ ഭാവചിത്ര ജയകുമാർ ഇങ്ങനെ ഒരിക്കൽ കണ്ടപ്പോൾ ഇങ്ങനൊരു സിനിമയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ അന്ന് ഭരത് ഗോപിച്ചേട്ടൻ്റെ ഒരു സിനിമ ജയകുമാർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാഥേയം എന്ന് പറഞ്ഞ് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം. അത് കഴിഞ്ഞപ്പോൾ ഗോപിച്ചേട്ടന് വേണ്ടി ഒരു പടം ചെയ്യണമെന്നൊരു താല്പര്യം. അപ്പോൾ ജയകുമാരൻ്റെ ഇത് പറഞ്ഞ് നമുക്ക് ഗോപിച്ചേട്ടനോട് സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചു. ആ സമയത്ത് എൻ്റെ സൂര്യമാനസമൊക്കെ കഴിഞ്ഞിട്ട് സാം ജോൺ തമിഴിൽ കമലഹാസനുമായിട്ട് കുറേ പ്രോജക്റ്റുകൾ ചെയ്യുകയും കമലഹാസനുമായിട്ട് നല്ലൊരു അടുപ്പം വന്ന സമയമാണ്. അപ്പോൾ സാബ് ഒരിക്കൽ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പം കമലഹാസനെ വെച്ചൊരു പടം ചെയ്താൽ കൊള്ളാമെന്നൊരു വലിയ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സാബ് അത് പറഞ്ഞിങ്ങനെ കമലഹാസന് മലയാളം സിനിമ ചെയ്യാനുള്ള താല്പര്യക്കുറവുണ്ട്, പക്ഷേ ഒരു സന്ദർഭം അനുസരിച്ച് അവതരിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ അത് പെന്നി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഗോപിച്ചേട്ടൻ്റെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വരുന്നു. അപ്പം ഞാൻ സാബിനോട് ഈ വിഷയം സൂചിപ്പിക്കുന്നു. അപ്പം സാബ് കമലഹാസനോട് അവതരിപ്പിക്കുന്നു. കമലഹാസനെ സംബന്ധിച്ചോളം കമലഹാസന് ഭയങ്കര റെസ്പെക്റ്റുള്ളൊരു ആക്ടറാണ് ഗോപിച്ചേട്ടൻ. അപ്പോൾ ഗോപിച്ചേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് കമലഹാസന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ഗോപിച്ചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സിനിമ ചെയ്യാം എന്ന് കമലഹാസൻ സാബിനോട് പറയുന്നു. അപ്പോൾ സാബ് എന്നോട് പറഞ്ഞു. ഞാനും സാബും ഈ വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ ഗോപിച്ചേട്ടനോട് ഈ വിഷയം പറഞ്ഞിങ്ങനെ. അപ്പോൾ ഗോപിച്ചേട്ടന് വലിയ സന്തോഷം, കമലഹാസന് വെച്ചൊരു പടം. അപ്പോൾ ഒരു ബിസിനസ് സൈഡിലൊക്കെ തന്നെ ഏറ്റവും ഗുണം ചെയ്യും. ജയകുമാറിനും വലിയ ഹാപ്പി. അങ്ങനെ കമലഹാസൻ ഇടയ്ക്ക് എറണാകുളത്ത് വരുന്നുണ്ട്, 2 ദിവസം ഉണ്ടാവും. ആ സമയത്ത് നമുക്കൊരു പ്രാഥമിക ചർച്ചയൊക്കെ നടത്താം എന്ന് പറഞ്ഞ് ഞാനും എറണാകുളത്ത് വന്നു. ഗോപിച്ചേട്ടൻ എറണാകുളത്തുണ്ട്. ജയകുമാറും സാബും കമലഹാസൻ താമസിക്കുന്ന സ്ഥലത്ത് പോയി ഒരു ദിവസം പല പല കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്തു. അപ്പോൾ ഒരു കഥ എന്നുള്ള കാര്യത്തിൽ സാബും കുറേ ഐഡിയകൾ പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കമലഹാസൻ പറഞ്ഞില്ല, നമുക്കത് കഥയായിട്ട് മുന്നോട്ട് പോകാം, ഞാൻ സാബുമായിട്ട് വീണ്ടും ചെന്നൈയിലിരിക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഗോപിച്ചേട്ടന് ചെറിയ കടുംപിടുത്തമുള്ള ഒരാളാണ് ഗോപിച്ചേട്ടൻ. അപ്പോൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസൊക്കെ തരാൻ തയ്യാറാണ്, അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് എപ്പോഴാണെന്ന് പറയണം. അപ്പം കമലഹാസൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞ് അങ്ങനെയൊന്നും സിനിമ ചെയ്യുന്ന ഒരാളല്ല പുള്ളി. അപ്പോൾ കമലഹാസൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞാനും സാബുമായിട്ടിരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം, ആദ്യം സ്റ്റോറിയിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഗോപിച്ചേട്ടന് ചില വാശി, അത് പറ്റില്ല, എൻ്റെ ഡേറ്റൊക്കെ അറിയണം എന്നാൽ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കമലഹാസൻ മനസ്സിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ പോരും ചെയ്തു. അപ്പോൾ കമലഹാസൻ ഇങ്ങനെ സാബിനോട് പറഞ്ഞത് ശരിയാവില്ല, കാര്യം നമുക്ക് അങ്ങനൊരു സ്ട്രിക്റ്റായിട്ടൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കഥയിലേക്ക് എത്തണം, എൻ്റെ ഡിസ്കഷൻ വേണം. അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, പണ്ടുക്കും അത് നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം എന്ന് സാബിനോട് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വലിയൊരു വിഷമമായി പോയി. കാരണം അതെനിക്കൊരു കാര്യം, എന്നെക്കാളുപരി ഗോപിച്ചേട്ടനുള്ളൊരു താല്പര്യമാണ് കമലഹാസൻ പോയിട്ടുമായിട്ട് മുന്നോട്ട് വരാനുള്ള കാരണം. ഗോപിച്ചേട്ടൻ ഇങ്ങനൊരു ഇത് വന്നപ്പം കമലഹാസൻ പയ്യെ അതിൽ നിന്ന് മാറി. പക്ഷേ അന്ന് 2 ദിവസം നല്ലൊരു സൗഹൃദം കമലഹാസനോട് ഉണ്ടാക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു സിനിമയുടെ വർക്കിങ്ങിന് മദ്രാസ് AVM നടക്കുമ്പോൾ, അപ്പോൾ അവിടുന്ന് ഒരാളെന്നെ വിളിക്കുന്നു. നോക്കുമ്പോൾ ഒരു വളരെ വയസ്സായ ഒരു വ്യക്തിയാണ്. അപ്പുറത്തെ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്താണ്. എനിക്കിങ്ങനെ കുറച്ച് ദൂരമുണ്ട്.
എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഇങ്ങനെ. ഞാൻ നോക്കി വീണ്ടും കൈ കാണിച്ച് വിളിച്ചു. അപ്പം ഞാൻ അടുത്തേക്ക് ചെന്നപ്പോഴും നല്ല പ്രായമുള്ളൊരു വ്യക്തി, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പം നോക്കിയപ്പം കമലഹാസൻ്റെ കൂടെ ഒരു മേക്കപ്പ് മാൻ ഉണ്ടെന്ന്, സലീം എന്ന് പറഞ്ഞ്. സലീം എൻ്റെ ഒന്നൊരു സിനിമകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, സലീമിനെ അറിയാം. അപ്പോൾ ഒരു കാരവൻ്റെ വെളിയിലാണ് നിൽക്കുന്നത്. സലീം അകത്ത് നിന്ന് ഇറങ്ങി വരുന്നു, കൂടെ ഒരു സായിപ്പ് ഇറങ്ങി വരുന്നു. അപ്പോഴാണ് സത്യത്തിൽ മനസ്സിലായത് ഈ നിൽക്കുന്ന വിളിച്ച കമലഹാസനാണെന്നുള്ളത്. ഇന്ത്യൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് സിനിമയിൽ കമലഹാസനാണെന്ന് അറിഞ്ഞുകൊണ്ട് കാണുന്നുകൊണ്ടായിരിക്കാം, നേരിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നില്ല, ഒട്ടും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് പുള്ളി അതിനെപ്പറ്റി പറഞ്ഞ ആ മേക്കപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അവിടുന്ന് ഹോളിവുഡിൽ നിന്നാണ് ഒരാൾ വന്ന് മേക്കപ്പ് ചെയ്യുന്നത്. സലീം കൂടെ ഉണ്ട്. 4 മണിക്കൂറാണ് അതിനുവേണ്ടി മേക്കപ്പ് ചെയ്യുന്നത്. അത് രാവിലെ 4 മണിക്ക് മേക്കപ്പ് തുടങ്ങിയാൽ 8 മണിയാവും മേക്കപ്പ് കഴിയാൻ. മേക്കപ്പ് കഴിഞ്ഞാൽ 6 മണിക്കൂറേ മാക്സിമം അഭിനയിക്കാൻ പറ്റും. അപ്പോഴത്തേക്കും അത് മെൽറ്റാവും തുടങ്ങും. ഈ 6 മണിക്കൂറും ഒരു ഭക്ഷണ പദാർത്ഥം പോലും കഴിക്കാൻ പറ്റില്ല. ആകപ്പാടെ കഴിക്കുന്നത് കരിക്കും വെള്ളം മാത്രമാണ്. സ്ട്രോ ആയിട്ട് അത് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. കാര്യം മുഖം കംപ്ലീറ്റ് മോൾഡ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ അപ്പം കമലഹാസനെ പോലെയൊക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവേഷൻ മൂവി ചെയ്യുന്നത്, അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഇത്രയൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്രയൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് ആ സമയത്ത് കമലഹാസനാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു രീതിയിലേക്ക് വന്ന്. ഇപ്പോൾ പിന്നെ ഒരുപാട് ആക്ടേഴ്സ് അങ്ങനെ രീതിയിൽ അവരുടെ ഭാവവും രൂപവും ഒക്കെ മാറ്റി പല രീതിയിലും അവരഭിനയിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും കമലഹാസനെ പോലെ ഇത്രയും ഒരു വെറൈറ്റി ചെയ്തിട്ടുള്ളൊരു ആക്ടറില്ല. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കമലഹാസൻ്റെ ഒരു സിനിമ നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു നഷ്ടമായിട്ടാണ് ഞാൻ എന്നും കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമയിൽ വലിയൊരു ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞിങ്ങനെ അപ്പോൾ മാത്രമല്ല എൻ്റെ ഒരു അച്ഛൻ്റെ മരണവും അതിൻ്റെ ഒരു മാനസിക വിഷമവും. കാര്യം ഞാൻ അച്ഛന് ഒരേ ഒരു മകൻ ഞാനാണ്, എനിക്ക് പിന്നുള്ളൊരു സിസ്റ്റർ മാത്രമാണ്. അപ്പോൾ പക്ഷേ അച്ഛനും ഞാനുമായിട്ട് അങ്ങനെ ഭയങ്കര ഒരു സൗഹൃദമോ അങ്ങനൊരു ബന്ധമോ അല്ല ഉണ്ടായിരുന്നത്. ഭയങ്കര റിസർവ്ഡായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അച്ഛൻ. അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോത്സാഹനമോ അങ്ങനെ ഒരു കാര്യമോ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. പക്ഷേ അച്ഛൻ്റെ മരണമൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനെ മാത്രം ഉപയോഗിക്കുന്ന അച്ഛൻ്റെ ഒരു മേശയുണ്ട്. ആ മേശയിൽ അവിടെ നിന്ന് അച്ഛൻ എഴുതുന്നു, അച്ഛൻ്റെ കാര്യങ്ങൾ ആരും തുറന്ന് നോക്കാറൊന്നുമില്ലത്. മരണശേഷം അച്ഛൻ്റെ മേശയൊക്കെ തുറന്നു നോക്കിയപ്പം അതിനകത്ത് അച്ഛൻ്റെ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ എൻ്റെ മോൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓരോ സിനിമയും റിലീസ് ചെയ്ത ദിവസം, സിനിമയുടെ പേര്, ആരാണ് നായകൻ, അത് അച്ഛൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, ആ ഡേറ്റ് സഹിതം. അപ്പം അപ്പോഴാണ്, പക്ഷേ ഒരിക്കലും എൻ്റെ അടുത്ത് പറയുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു എനിക്കൊരു മാനസികമായിട്ടൊരു വിഷമം തോന്നിയ ദിവസങ്ങളായിരുന്നു ആ സമയങ്ങളിലെല്ലാം. മാത്രമല്ല എൻ്റെ അച്ഛനെ സംബന്ധിച്ചോളം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാനുള്ളപ്പം ഒരു വലിയ ആക്സിഡൻറ്റിൽ നിന്ന് അച്ഛൻ തിരിച്ചു വന്നതാണ്. സത്യം പറഞ്ഞാൽ അമ്മ പലപ്പോഴും പറയും, അച്ഛനെന്ന് ഒരു വലിയൊരു ആക്സിഡൻറ്റ് മൂന്നാറിൽ വെച്ചുണ്ടായി. അവിടുന്ന് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതി അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ആ സ്പോട്ടിൽ മരിച്ചു. പക്ഷേ എത്രയോ ഹോസ്പിറ്റലിൽ ദിവസം ബോധം ഇല്ലാതെ കിടന്നിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ അത് അമ്മ പറയുമായിരുന്നു, ഒരിക്കലും നിൻ്റെ മുഖം അച്ഛന് കാണാൻ പറ്റുമെന്ന് പോലും അച്ഛന് പേടിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പല രീതികളിലും അച്ഛൻ പറഞ്ഞതൊന്നും ഞാൻ കൃത്യമായി അനുസരിച്ചിട്ടുമില്ല ജീവിതത്തിൽ. കാരണം അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ കോളേജിൽ നിന്ന് എന്നെ അക്കൗണ്ടൻസി, അതായത് ബികോമിലേക്ക് ചേർത്തത് തന്നെ അച്ഛൻ യൂണിവേഴ്സിറ്റി പോലെ ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ എന്നെ അങ്ങനെ കൊണ്ടുവരണം, ബാങ്കിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വേറെ രീതിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഞങ്ങൾ തമ്മിലൊരു അന്തരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ശേഷമാണ് എൻ്റെ സിനിമകളെ ഇത്രത്തോളം അദ്ദേഹം ഫോളോ ചെയ്തിരുന്നെന്നും ഞാൻ പോലും പലപ്പോഴും മറന്നുപോയ ഡേറ്റ് പോലും അദ്ദേഹം എഴുതി വെച്ചിരുന്നതൊക്കെ എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞാനിപ്പം അടുത്ത സിനിമയുടെ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ശശിധരൻ ആറാട്ട് വഴി അന്ന് എൻ്റെ കഴിഞ്ഞ 2-3 പടങ്ങൾ എഴുതിയിരുന്ന ആൾ ശശി പറഞ്ഞ് നമുക്കൊരു ചെറിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ ഏഷ്യാനെറ്റുകാർക്ക് അവർക്ക് ഒരു ഓണത്തിനൊരു ഷോർട്ട് ഫിലിമാണെന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ ചെറിയ ഏഷ്യാനെറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ തന്നെ നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഏഷ്യാനെറ്റിന് വേണ്ടി ചെയ്തായിരുന്നു, ഒരു പെൻ ഫ്രണ്ടിൻ്റെ കഥ. അത് അവർക്ക് വലിയ ഇഷ്ടപ്പെടുകയും അതിന് അത്യാവശ്യം അവാർഡുകളൊക്കെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അന്ന് ഏഷ്യാനെറ്റിൽ എനിക്ക് തോന്നുന്നു ശശികുമാർ അദ്ദേഹമാണ് അന്ന് ഏഷ്യാനെറ്റിൻ്റെ ചുമതല. നമ്മുടെ സുപ്രസിദ്ധ എഴുത്തുകാരൻ സക്കറിയ കറിയാച്ചൻ അന്ന് ഏഷ്യാനെറ്റിലുണ്ട്. അവർ രണ്ടും കൂടെ എന്നെ ഒരു ദിവസം ഏഷ്യാനെറ്റിൽ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഫുൾ ടൈം സീരിയൽസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ വിജയ് തമ്പിക്കൊരു സീരിയൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ വെച്ച് സീരിയൽ ഇങ്ങനത്തെ സീരിയൽ, അപ്പം മലയാളത്തിൽ അങ്ങനെ ദൂരദർശനിൽ വരുന്ന ഈ 13 എപ്പിസോഡുള്ള സീരിയലുകൾ മാത്രമാണ് സീരിയലുകളായിട്ടുള്ളത്. മാത്രമല്ല അതിലും ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളത് ദൂരദർശനിൽ ആദ്യത്തെ ഒരു മെഗാ സീരിയൽ എന്ന് പറഞ്ഞത് വംശം എന്നൊരു സീരിയലാണ്. അത് നമ്മുടെ IAS ജയകുമാർ സാറാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനിയൻ ശ്രീകുട്ടനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടും കൃഷ്ണനായ സാറിൻ്റെ മക്കളാണ്. അതിൽ ശ്രീകുട്ടനായിട്ടുള്ള എൻ്റെ ബന്ധം വെച്ചിട്ട് എന്നെ അഭിനയിക്കാൻ വിളിച്ചു. അതിൽ ഞാനൊരു പ്രധാന വേഷം അഭിനയിച്ചു. അതായത് ആദ്യത്തെ ദൂരദർശൻ്റെ മെഗാ സീരിയലാണ് വംശം. അതിലൊരു മെയിൻ വില്ലൻ്റെ വേഷം അഭിനയിച്ച് ഞാനാണ്. മഹസാർ ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുള്ള സീരിയലാണ്. അപ്പോൾ അതാണ് എനിക്ക് സീരിയലുമായിട്ടുള്ളൊരു ബന്ധം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റൊരു ക്രൈം സീരിയലാണ് വേണ്ടത് എന്ന് പറഞ്ഞ്, അത് നമുക്കിങ്ങനെ ഡെയിലി സോപ്പല്ല, അന്ന് വീക്കിലി വൺസ് മതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആലോചിച്ചു. അപ്പം നല്ലൊരു ഐഡിയ ആണല്ലോ, അപ്പം അങ്ങനെ ആലോചിക്കാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ. അപ്പോൾ നമ്മുടെ അലസ് കടൽ അന്ന് ഞാനൊരു നല്ല അടുപ്പമാണ്. അലസ് കാലാൾപ്പടയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത അലസുമായിട്ട് ഈ കാര്യം ആലോചിച്ചു. അപ്പോൾ അലസ് ഇങ്ങനെ 1-2 സബ്ജക്റ്റുകളുടെ ഐഡിയ ഒക്കെ പറഞ്ഞു, ഈ ക്രൈം സീരിയലായിട്ട് ചെയ്യാൻ പറ്റുന്ന. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അപ്പോൾ ആ സമയത്താണ് ഒരു ജേർണലിസ്റ്റായിരുന്നു, അത്യാവശ്യം കുറേ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടുള്ള ആൾ GA ലാൽ, അദ്ദേഹം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അലക്സും GA ലാലും എല്ലാം ചേർന്നൊരു സബ്ജക്റ്റ്, ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് ഒരു ക്രൈം സീരിയൽ ചെയ്യാം. അപ്പോൾ ഒരു പല കഥകൾ, പക്ഷേ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഞങ്ങളൊരു സംഭവം ഡെവലപ്പ് ചെയ്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പേരിട്ടിട്ട് ഏഷ്യാനെറ്റിൽ അത് കറിയാച്ചനോടും ശശികുമാർ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആരാ ക്യാരക്ടർ ചെയ്യും, ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് കഥ പോകുന്നത്. ആ ക്യാരക്ടർ അന്വേഷിക്കുന്ന പല ക്രൈം സ്റ്റോറീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അങ്ങനെ ആ സമയത്ത് ആക്ടർ സിദ്ദിഖ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണവും അദ്ദേഹം സിനിമയിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ സിദ്ദിഖിനെ വിളിച്ചു. സിദ്ദിഖിനെ തമ്മിൽ ഞാനിപ്പം തൽക്കാലം ഞാനില്ല, പറ്റില്ല, സിദ്ദിഖ് ചെയ്തേ പറ്റൂ, കാര്യം സിദ്ദിഖിനെ പോലുള്ള ആൾ തിരിച്ചു വരേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് സിദ്ദിഖിനെ പറഞ്ഞ് മനസ്സിലാക്കി അവസാനം കൺവിൻസ് ചെയ്തിട്ട് സിദ്ദിഖ് ആ റോൾ ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ സിദ്ദിഖിനെ മെയിൻ ക്യാരക്ടറാക്കിക്കൊണ്ട് അങ്ങനൊരു സംഭവമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിൽ ആരംഭിച്ചത്. അതാണ് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൻ്റെ ആദ്യത്തെ അവരുടെ ഒരു സീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ സിദ്ദിഖ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും സിദ്ദിഖ് അടുത്തൊരു സീരിയലിലേക്ക് കമ്മിറ്റ് ചെയ്യേണ്ടി വന്നു, സ്ത്രീ. അതും ഏഷ്യാനെറ്റിന് വേണ്ടി തന്നെയാണ്. വീണ്ടും സീരിയൽ രംഗത്തിലൂടെ സിദ്ദിഖ് വീണ്ടും സിനിമയിലേക്കും കലാരംഗത്തേക്കും ഒരു തിരിച്ചു വരവായിരുന്നത്. അപ്പോൾ അത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊരു ടൈറ്റിൽ സോങ് വേണം. അപ്പം ആരെ കൊണ്ട് ചെയ്യിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചന. അന്ന് രമേശൻ നായരുമായിട്ടൊക്കെ എനിക്ക് വലിയ അടുപ്പമുണ്ട്. അപ്പോൾ രമേശൻ നായർ പറഞ്ഞ്, തമ്പി നല്ലൊരു പയ്യനുണ്ട് എനിക്കറിയാമെന്നുള്ള. ബേസിക്കലി അവൻ എൻജിനീയറാണ്. അവൻ്റെ അച്ഛൻ എൻജിനീയറിംഗ് കോളേജിലെ പ്രൊഫസറൊക്കെ ആയിരുന്ന ആളാണ്. പക്ഷേ മ്യൂസിക്കിനോട് വലിയ കമ്പമാണ്. എന്തോ 1-2 ആൽബം പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തമ്പി ഒന്ന് കേൾക്കും, അയാളൊന്ന് കാണുമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ നമുക്ക് നോക്കാം. അത് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വിട്ടു, അതങ്ങ് വിട്ടു. അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല. ആ സമയത്താണ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ രമേശ് നായർ വിളിക്കുന്നു. അങ്ങനെ രമേശ് നായർ ഇങ്ങനെ ഒരാളുടെ കാര്യം എടുത്ത് പറഞ്ഞില്ലേ, അയാളെ എന്നെ ഒന്ന് കാണാൻ പറയുമെന്ന് ചോദിച്ചു. അപ്പം ഇയാൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരുന്നു. അപ്പം ഞാനവിടെ ഇല്ല. 1-2 കാസറ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പോയി. അപ്പോൾ ഞാനത് കേട്ടു. കൂടുതലും ഭക്തിഗാനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
രസമുണ്ട്, അപ്പോൾ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അപ്പോൾ എനിക്ക് അയാളുടെ ഫോൺ നമ്പറൊന്നുമില്ല, രമേശൻ നായരോട് തന്നെ പറഞ്ഞു. അങ്ങനെ രമേശൻ നായർ ഞാനുള്ള ദിവസം പുള്ളിയെ വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് നല്ല ചെറുപ്പക്കാരൻ, നല്ല പയ്യൻ, സംസാരിച്ചു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, ഇതൊരു വലിയ നിമിത്തമാണ്. കാര്യം ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും പോകുന്നൊരു ക്ഷേത്രമുണ്ട്, ശ്രീവരാഹം ക്ഷേത്രം. വരാഹമൂർത്തിയും ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം തിരുവനന്തപുരത്തുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഞാൻ അവിടെ പോയി വൈകുന്നേരങ്ങളിൽ പോകാറുണ്ട്. അപ്പോൾ അവിടെ എല്ലാ വ്യാഴാഴ്ചയും തൊഴാൻ വരുന്ന ആളായിരുന്നു എം ജയചന്ദ്രൻ്റെ ഭാര്യ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്നെ കാണാൻ വന്ന ആളാണ് എം ജയചന്ദ്രൻ. അപ്പോൾ എം ജയചന്ദ്രൻ്റെ ഭാര്യ എല്ലാ വ്യാഴാഴ്ചയും അവിടെ തൊഴാൻ പോകാറുണ്ട്. അപ്പം പലപ്പോഴും ജയചന്ദ്രൻ ഉണ്ടെങ്കിൽ ജയചന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോകും. ഒരു വ്യാഴാഴ്ച, അതായത് ഈ ഇൻസിഡൻറ്റിന് ഒരാഴ്ച മുമ്പ് ഒരു വ്യാഴാഴ്ച എം ജയചന്ദ്രനും ഭാര്യയും ശ്രീവരാഹ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നു. അപ്പോൾ ജയചന്ദ്രൻ അവിടെ ഇങ്ങനെ ദർശനം കഴിഞ്ഞ് ജയചന്ദ്രനും ഭാര്യയും കൂടെ അമ്പലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് പുറത്തേക്ക് വരിക. അപ്പോൾ എന്നെ ജയചന്ദ്രൻ അറിയാം, എനിക്ക് ജയചന്ദ്രനെ അറിയില്ല. അപ്പം ഞാനങ്ങ് പോയി. അപ്പം ജയചന്ദ്രൻ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ വിജയ് തമ്പിയാണ്, ഇയാളെങ്കിലും എനിക്ക് വിളിച്ചൊരു സിനിമ തന്നിരുന്നെങ്കിൽ. കാരണം പുള്ളി അങ്ങനെ ഒരു വല്ലാത്തൊരു എന്ത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുകയായിരുന്നു. ജയചന്ദ്രൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പം ജയചന്ദ്രൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം ചെയ്യും, നമുക്ക് താമര മാല വാങ്ങിച്ച് ഭഗവാനെ സമർപ്പിക്കാം എന്ന് പറഞ്ഞ് വെള്ള താമര മാലയൊക്കെ വാങ്ങിച്ച് സമർപ്പിച്ചു. അപ്പോൾ ഈ ജയചന്ദ്രൻ എന്നോട് പറയുക, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത് സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ ജയചന്ദ്രൻ ജനിച്ചതും വളർന്നതും എല്ലാം മലേഷ്യയിലാണ്. അവരുടെ ഫാമിലി എല്ലാം അവിടെയായിരുന്നു. ജയചന്ദ്രൻ്റെ ചേട്ടൻ മലേഷ്യയിൽ വലിയൊരു പൊസിഷനിലാണ്, സീമെൻസിൻ്റെ വലിയൊരു പൊസിഷനിലാണ് അന്നുണ്ടായിരുന്നത്. ഇപ്പം അദ്ദേഹം സീമെൻസിൽ നിന്നൊക്കെ വേറൊരു വലിയ ലെവലിൽ നിൽക്കുകയാണ് ഇപ്പം. അപ്പം ജയചന്ദ്രൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അപ്പം ജയചന്ദ്രൻ ചേട്ടനും എല്ലാം നിർബന്ധിക്കുന്നുണ്ട്, ഇങ്ങനെ നീ ഇങ്ങനെ ഇവിടെ സിനിമ നിൽക്കാതെ നീ അങ്ങോട്ട് പോ, അവിടെ നിന്ന് നീ ജോലി നോക്ക്. അപ്പം പുള്ളി പല രീതിയിലും ട്രൈ ചെയ്തിട്ടൊന്നും അങ്ങോട്ട് ആവാതെ അപ്പോൾ ഇതെല്ലാം വിട്ടിട്ട് പോകണം എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് ഇതിലൊരു കഴിവ് മാത്രം പോരാ, സിനിമയിലേക്കോ അല്ലെങ്കിൽ കലാരംഗത്തേക്ക് വരാൻ ഒരു ഭാഗ്യവും കൂടെ ആവശ്യമാണ്. അപ്പോൾ ചിലപ്പോൾ എപ്പോഴാണ് എൻ്റെ ഭാഗ്യം നമുക്ക് തെളിയുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ ഈശ്വരാനുഗ്രഹം നമുക്ക് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ സംസാരിച്ച്. പക്ഷേ എന്തോന്നറിയില്ല, പെട്ടെന്ന് വലിയൊരു സൗഹൃദം ഞങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ടു. ഇന്നും ആ വളരെ അടുത്ത സൗഹൃദമുണ്ട്. ഇപ്പോഴും ഒരു എല്ലാ കാര്യങ്ങളിലും ജയചന്ദ്രൻ എന്ത് കാര്യമുണ്ടെങ്കിലും അയാൾ എന്ത് പുതിയ കാര്യം ചെയ്യുന്നെങ്കിലും എൻ്റെ അടുത്ത് വിളിച്ച് പറയാറുണ്ട്. അങ്ങനെ ബന്ധമുണ്ട്. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വരുന്ന സീരിയലിൻ്റെ ആ ടൈറ്റിൽ സോങ് ജയചന്ദ്രൻ കമ്പോസ് ചെയ്തു. രമേശൻ നായരാണ് അതിൻ്റെ വരികൾ എഴുതിയത്. അത് ആരെക്കൊണ്ട് പാടിക്കാമെന്ന് ഞാൻ ആലോചിച്ചു. ഒരു പ്രത്യേക സാധാരണ ഒരു മെലഡി ടൈപ്പല്ല, ഒരു ആക്ഷൻ പറ്റിയൊരു സീരിയലിന് പറ്റിയൊരു സംഭവം. അപ്പം ഞാനിങ്ങനെ സിദ്ദിഖിൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അപ്പം കൊള്ളാം, അങ്ങനെ സിദ്ദിഖാണത് ആ ടൈറ്റിൽ സോങ് പാടിയതും. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അങ്ങനെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് സിദ്ദിഖ് വന്നു. എന്തായാലും അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സീരിയലായിരുന്നു. അപ്പോൾ ആ സീരിയൽ കണ്ടിട്ട് സുരേഷ് ഗോപി എന്നെ വിളിച്ച് പറഞ്ഞ്, തമ്പി ഇതിനെ സീരിയലായിട്ട് ചെയ്ത് സിനിമയായിട്ട് ചെയ്യാമായിരുന്നല്ലോ, ഞാൻ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. നമുക്ക് ഇത് പക്ഷേ അതിലെ പല കഥകളും പിന്നെ പല രീതിയിലും ചില സിനിമകളിലൊക്കെ അത് വന്നു. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പിന്നുള്ള അടുത്തൊരു ഇത് വന്നപ്പോഴത്തേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീണ്ടും ഏഷ്യാനെറ്റ് കുറച്ച് നാളിന് ശേഷം അവർക്ക് ഡെയിലി എപ്പിസോഡായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വീണ്ടും ഡെയിലി എപ്പിസോഡായിട്ട് ചെയ്തു. ആ സമയത്ത് ബി ഉണ്ണികൃഷ്ണനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആദ്യമായിട്ട് എഴുതിയത് ജയലാൽ ആണെങ്കിലും എന്താ പറയുക, ഒരു അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽപ്പെട്ട് ജയലാൽ മരണപ്പെട്ടു ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൽ. അതുപോലെ തന്നെ സത്യമേവ ജയതേൻ്റെ സിനിമ സ്ക്രിപ്റ്റ് എഴുതിയതും ജയലാലും അലസ് കടലും ചേർന്നതാണ്. രണ്ടുപേരും ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ടാമത് ചെയ്തപ്പോഴത്തേക്കും ബി ഉണ്ണികൃഷ്ണനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത്. മാത്രമല്ല അതിലെനിക്ക് ഏറ്റവും വലിയൊരു അഭിമാനം ഇതുള്ളത്, അതിലെ ഒരു കഥ മലയാളത്തിലെ എക്കാലത്തെ ഏറ്റവും വലിയ നമ്മളെല്ലാം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന
ജോർജ് സാർ കെ ജി ജോർജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന സീരിയലിന് വേണ്ടി ഒരു സ്റ്റോറി കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഇരുന്ന്. കാര്യം അദ്ദേഹം യവനിക പോലെയൊക്കെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് യവനിക. അതുപോലെയുള്ള സിനിമയുടെ ഒരു ഡയറക്ടർ അദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള എൻ്റെ സീരിയലിന് വേണ്ടി ഒരു കഥയുടെ മൊത്തം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായിരുന്നു സംസാരിച്ചപ്പോഴാണ് സിനിമയുടെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മറ്റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അനുഭവങ്ങളും ഒക്കെ ഒരുപാട് പറഞ്ഞു. എന്തായാലും ഒരു നല്ലൊരു അനുഭവം തന്നതായിരുന്നു അത്. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു സീരിയൽ അത് വളരെ ഹിറ്റായി. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ഏഷ്യാനെറ്റിന് വേണ്ടി തന്നെ അടുത്തൊരു സീരിയൽ ചെയ്യാൻ അവസരം കിട്ടി. അത് മലയാളത്തിലെ തന്നെ ഒരു ഡിഫറൻറ്റ് സീരിയലായിരുന്നു, മഹാത്മാഗാന്ധി കോളനി എന്ന് പറഞ്ഞിട്ട് സറ്റയറിക്ക് ഒരു കോമഡി സീരിയൽ. അതും എനിക്ക് തോന്നുന്നു അങ്ങനൊരു സീരിയൽ രംഗത്ത് ആദ്യം വരുന്നത് ആ സീരിയലിലൂടെയാണ്. അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു സിനിമ ചെയ്യാനുള്ളൊരവസരം വരുന്നത്. അത് എവർഷൈൻ, നമ്മുടെ ന്യൂ ഇയറെല്ലാം ചെയ്ത എവർഷൈൻ തന്നെയാണ് വന്നു. അങ്ങനെയാണ് വീണ്ടും ഒരു 2-3 വർഷത്തെ ഗ്യാപ്പിന് ശേഷം നൂറ്റാണ്ടിൽ 2000 ആണ്ടിൽ ഞാൻ വീണ്ടും സിനിമയിലേക്ക് സത്യമേവ ജയതേ എന്ന സിനിമയുമായിട്ട് വരുന്നത്. അപ്പോൾ എന്ത് പറയാൻ, ഒരു വൈകിട്ട് 6 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞങ്ങളതങ്ങനെ ഡിസ്കസ് ചെയ്ത് തുടങ്ങി, ഓരോ സീനായിട്ട് എടുത്ത് അനലൈസ് ചെയ്യാൻ തുടങ്ങി. അതങ്ങനെ മാറ്റാം ഇങ്ങനെ മാറ്റാം പറഞ്ഞ് എന്ത് പറയാം, അങ്ങ് ഓരോ സീനായിട്ട് മാറി ഒരു രാത്രി കൊണ്ട് വൈകുന്നേരം ഒരു 6 മണി തൊട്ട് രാവിലെ 4 മണി വരെ ആയപ്പോഴത്തേക്കും മൊത്തം ഇതിൻ്റെ വൺ ലൈനിലൊരു വലിയ മാറ്റം വന്നു. അത് രഞ്ജിത്തിൻ്റെ ഒരു ഫുൾ ഇൻവോൾവ്മെൻറ്റിൽ മൊത്തത്തിൽ പല സിറ്റുവേഷൻസ് മാറി. അതെല്ലാം ഗംഭീര സിറ്റുവേഷൻസുകളായി മാറി. അപ്പോൾ രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്കും ഏകദേശം പുതിയൊരു ഒരു തലം അതിന് വന്നു.